JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇടവമാസത്തെ ഫലമാണ്. ഈ ഇടവമാസത്തെ ഫലം എന്ന് പറയുമ്പോൾ മെയ് 15-ാം തീയതി മുതൽ ജൂൺ 14 വരെയുള്ള സമയത്തെ കാര്യമാണ് പറയുന്നത്. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി അല്ലെങ്കിൽ 1, 2 പാദങ്ങൾ, ഇവരാണ് ഇടവം രാശിക്കൂറുകാർ. ഇടവമാസം പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ മാസമായിട്ടാണ് വരുന്നത്. ഇത് ഞാൻ പണ്ടും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ മാസം 5 ഗ്രഹങ്ങളുടെ രാശിമാറ്റമാണ് നടക്കുന്നത്. മെയ് 18-ന് രാഹുകേതുക്കൾ പുറകോട്ട് സഞ്ചരിച്ച് രാശി മാറുന്നു. മെയ് 23-നും ജൂൺ 6-നും ബുധൻ്റെ രാശിമാറ്റം 2 പ്രാവശ്യം നടക്കുന്നു. ജൂൺ 7-ന് ചൊവ്വ രാശി മാറുന്നു. മെയ് 31-ന് ശുക്രൻ രാശി മാറുന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ശുക്രൻ മീനത്തിൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അത് വീണ്ടും മേടൻ രാശിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. ഒരർത്ഥത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ഇക്കൂട്ടത്തിൽ തന്നെ പറയാം. കാരണം മെയ് 14-ന് രാത്രി 10 മണി കഴിഞ്ഞാണ് വ്യാഴം മാറുന്നത് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഇടവമാസം ആരംഭിക്കുക. അപ്പോൾ ഇടവമാസം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലം കൂടി നൽകുന്നു എന്നതും ഒരു സൂചന തരുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം പൊതുവെ പറയുമ്പോൾ എല്ലാ മേഖലയിലും ഉണ്ടാകാം ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു ചേഞ്ച്. അതുപോലെ മോശം അനുഭവം നേരത്തെ ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ കൂടി മെച്ചപ്പെട്ട ഫലവും, അതുപോലെ നേരത്തെ നല്ല ഫലം ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് പലർക്കും ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഇടവമാസം അല്പം മോശമായിട്ടും വരാം. അതിൽ പ്രധാനമാണ് ഈ മേടൻ രാശിക്കൂറുകാരും അതുപോലെ ചില രാശിക്കൂറുകാരൊക്കെ. അപ്പം അങ്ങനെ നല്ലതിൽ നിന്ന് മോശമായ അവസ്ഥയിലേക്കും മോശമായ അവസ്ഥയിൽ നിന്ന് നല്ല അവസ്ഥയിലേക്കും മാറുന്ന ഒരു മാസം കൂടിയാണ് ഇടവമാസം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് രാശ്യാധിപൻ ഉച്ചനായിട്ട് 11-ൽ തുടക്കത്തിൽ സഞ്ചരിച്ച് നിൽക്കുകയാണ്. ജൂൺ മാസത്തിൽ ഇത് 12-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ സുഖസൗകര്യങ്ങൾക്ക് വലിയ കുറവൊന്നും ഇടവൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. ഭൗതിക സുഖസൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ നിലനിൽക്കും. അതായത് നല്ല വസ്ത്രം, ഭക്ഷണം, സുഖസൗകര്യങ്ങൾ, അതുപോലെ സ്ത്രീകൾ മൂലമുള്ള ഗുണങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്കൊക്കെ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ ജൂൺ മാസം തുടങ്ങുമ്പോൾ ദാമ്പത്യ സുഖത്തിന് അത്ര കണ്ട് തൃപ്തികരമായി തോന്നുകയില്ല. തൊഴിൽ സ്ഥലത്തോ അല്ലാതെയോ സ്ത്രീകളുമായിട്ടുള്ള ഇടപെടലുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ തന്നെ ആവണമെന്നൊന്നുമില്ല. അതുമൂലം ചില ആരോപണങ്ങളും സംശയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും വരാം. അതിനൊന്നും വഴിയുണ്ടാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ജൂൺ മാസത്തിൽ സ്ത്രീകളുമായിട്ടുള്ള, അതിപ്പോൾ ജോലിസ്ഥലത്തായിക്കോട്ടെ പൊതുരംഗത്തായിക്കോട്ടെ എവിടെയായാലും സ്ത്രീകളുമായിട്ടുള്ള സഹകരണത്തിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം കൂടെ നിൽക്കുന്നവരാണെങ്കിൽ പോലും എപ്പോഴും ഒരേ രീതിയിലുള്ള സ്വഭാവം ഉണ്ടാകും എന്ന് പറയാനൊന്നും പറ്റത്തില്ല. കലാപരമായ കഴിവുണ്ടായിരുന്നവരെ സംബന്ധിച്ച് അവർക്ക് അഭിനയ രംഗത്തോ അല്ലെങ്കിൽ മറ്റ് രംഗങ്ങളിലോ ഒക്കെ കലാപരമായ ഏതെങ്കിലുമൊക്കെ കഴിവുകളുള്ളവർക്ക് നല്ല സമയമാണ്. പിന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വസ്ത്രാഭരണങ്ങളുടെ ബിസിനസ് നടത്തുന്നവർ, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ച് അവർക്കും അത്ര മോശപ്പെട്ട സമയമൊന്നുമല്ല. സാമ്പത്തികമായിട്ടൊക്കെ മെച്ചമുണ്ടാകുമെങ്കിലും മെയ് മാസം പൊതുവെ ചിലവ് കൂടുതൽ വരാവുന്ന ഒരു മാസം തന്നെയാണ്. കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകൾ വരാം. ആത്മീയമായ കാര്യത്തിലും പൂജാതി കർമ്മങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ വരികയും അത്തരം ശുഭകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ വിദേശ പഠനത്തിലും ഉപരിപഠനത്തിനുമൊക്കെയുള്ള സാധ്യതയും ഈ മാസം ഉണ്ടാകും.
സന്താനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം, ജോലി, ഉപരിപഠനം എന്നിവയെ സംബന്ധിച്ചുള്ള ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ്. പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ സംബന്ധമായി പറയുന്നത് മുടി കൊഴിച്ചിൽ, തലവേദന, കണ്ണിന് വേദന, അല്ലെങ്കിൽ കണ്ണിന് മങ്ങൽ വരിക, കണ്ണിന് എന്തെങ്കിലുമൊക്കെ ചില അസ്വസ്ഥതകൾ വരിക, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളും നമുക്ക് പറയാൻ സാധിക്കും. പല മാർഗത്തിൽ കൂടി സാമ്പത്തികമായ ലാഭത്തിനുള്ള ഒരു മാസം കൂടിയാണ്. ജൂൺ മാസത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭത്തിനും സാധ്യത വരാം. സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസവും ജൂണിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം ഉണ്ടാവുകയും ചെയ്യും, സമ്പത്തിൻ്റെ പേരിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഉണ്ടാവുകയും ചെയ്യും. അത് ഒരുപക്ഷെ സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചില വിഷയങ്ങളോ ആയിരിക്കാം. അതുപോലെ ആരോഗ്യ പ്രശ്നം, യാത്ര വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തീയ്, വൈദ്യുതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചും, വീട്ടിൽ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ അല്ലെങ്കിൽ ആരായാലും തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ഇച്ചിരി മോശാവസ്ഥയുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. തൊഴിൽപരമായ കാര്യത്തിലൊക്കെ പല രീതിയിലും കുറെ കൂടി മെച്ചമുണ്ടാകും. പഴയതിൽ നിന്ന് കുറെ കൂടി മെച്ചമുണ്ടാകുന്ന ഒരു മാസമാണ്. എന്നാലും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവർ, തൊഴിൽ രംഗത്തായാലും അല്ലാതെയും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്നൊക്കെ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന ആ വിശ്വാസ്യതയ്ക്കൊക്കെ ഒരു മാറ്റം വരാം. അതാണ് ചില മാറ്റങ്ങൾ ഈ മാസം ഉണ്ടാകാം എന്ന് പറഞ്ഞത്. ചിന്താഗതിയിലും വിശ്വാസത്തിലും ഒക്കെ ഒരു മാറ്റം വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തൊഴിൽപരമായും ബിസിനസ് പരമായും ചില മാറ്റങ്ങളും വന്നുകൂടായികയില്ല. കാരണം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു മാറ്റം, തൊഴിൽ രംഗത്തൊരു പരിവർത്തനം, ഇതെല്ലാം തന്നെ സ്വാഭാവികമായും ഇടവമാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും. നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് പണിക്കാർ, ഇവരൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില അപകട സാധ്യതകളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർ, അതായത് അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവരായാലും തൊഴിൽപരമായ കാര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരായാലും അവർക്കും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനത്തിൽ ഇപ്പോൾ ചെറിയ മാറ്റം വരാം. അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമായിരിക്കാം, വർധനവായിരിക്കാം. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടും വരുമാനം കുറയുന്നതുമായും വരാം. അത് പലതരത്തിലാണ്. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെ IT മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെയാണ് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അതായത് കൂടെ വിശ്വസിച്ച് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായ കാര്യത്തിലും ബിസിനസ് കാര്യത്തിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണം, ഒരു കണ്ണ് വേണം എന്നതാണ് ഇതുകൊണ്ടൊക്കെ സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ തൊഴിൽ രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളും തൊഴിൽ തർക്കങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുമുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, തൊഴിൽ തർക്കങ്ങൾ, സാമ്പത്തികമായ ഇടപാടുകൾ, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചില തർക്കങ്ങളൊക്കെ വരാം. ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ പറയുമ്പോൾ, ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ ജൂൺ മാസത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് മാറും. അപ്പോൾ ചിങ്ങൻ രാശിയിലെ ചൊവ്വ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്, ഓജരാശിയിലെ ചൊവ്വ. അപ്പോൾ സുബ്രഹ്മണ്യന് പഞ്ചാമൃതമോ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ വഴിപാട് നടത്തുകയും സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നതുമൊക്കെ ചൊവ്വാദോഷത്തിനും അതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരമായിട്ട് വരാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സർപ്പങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. സർപ്പക്ഷേത്രത്തിൽ, അതായത് നിങ്ങളുടെ കുടുംബപരമായിട്ടോ അതല്ലെങ്കിൽ തൊട്ടടുത്തോ നൂറും പാലും നടത്തുകയും ആയില്യം പൂജ നടത്തുകയും ഒക്കെയുള്ള കാവും സർപ്പപ്രതിഷ്ഠയും ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ നൂറും പാലും നടത്തുന്നതും അതുപോലെ തന്നെ സർപ്പം പാട്ട് നടത്തുകയും
നിങ്ങളെ കൊണ്ട് ചെയ്യുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും സർപ്പദോഷത്തിനും ഒരു പരിഹാരമായിട്ട് വരും. ഇടവമാസം പൊതുവെ ഇടവ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ നല്ല കാര്യങ്ങൾ വരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ ജീവിതത്തിലൊരു മാറ്റവും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുമൊക്കെ ഉണ്ടാകാം. അതിനുവേണ്ടിയാണ് ഈ സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ സർപ്പങ്ങൾക്കുമൊക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.